ഹലോ കൂട്ടുകാരെ, അടുക്കളയിൽ നിന്നും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ നമ്മൾ കിച്ചണിൽ ജോലി എടുക്കുമ്പോൾ എങ്ങനെ നമ്മുടെ സമയം സേവ് ചെയ്യാം? ഒത്തിരി സമയം നിന്ന് അടുക്കളയിൽ നിന്ന് തിരിയുമ്പോൾ പിള്ളേരുടെ കാര്യമോ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് മുടക്കം വരും അല്ലേ? ഒത്തിരി സമയം നമ്മുടെ അടുക്കളയിൽ പോവും. എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് അറിയാണ്ട് നമ്മൾ പലപ്പോഴും രാവിലെ അടുക്കളയിൽ ഭ്രാന്ത് പിടിക്കാറുണ്ട്. അപ്പോൾ അതിനൊക്കെ കുറച്ച് ടിപ്പുകളായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതിപ്പോൾ രാവിലെ ഏകദേശം 5 മണി ആയിട്ടുണ്ട് കേട്ടോ. 5 മണിക്ക് മുന്നേ ഞാൻ എഴുന്നേറ്റായിരുന്നു. കുട്ടികൾക്ക് ക്ലാസ്സിൽ പോകേണ്ട ദിവസം രാവിലെ തന്നെ എണീക്കും. രാവിലെ തന്നെ നടയിൽ തിരിയൊക്കെ കത്തിച്ച് നമ്മുടെ പ്രാർത്ഥനയും കാര്യങ്ങളും അന്നത്തെ ദിവസമൊക്കെ ദൈവത്തിൻ്റെ കയ്യിൽ കൊടുത്ത ശേഷം കിച്ചണിലേക്ക് പോവാണ്. സമയം കാണിക്കുന്നുണ്ട് കേട്ടോ. 5 മണി ആവുന്നതേ ഉള്ളൂ. ഇവിടെ ആരും എണ്ണീറ്റിട്ടില്ല. അത്യാവശ്യം നല്ല കിട്ടാണ്. കിച്ചണിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിച്ചണിലെ രാവിലത്തെ ഒരവസ്ഥ ഇങ്ങനെയാണ്. രാത്രി എല്ലാം നല്ല നീറ്റാക്കിയിട്ടാണ് രാത്രി കിടന്നുറങ്ങുന്നത്. മിക്ക വീട്ടമ്മമാരും അങ്ങനെ തന്നെയാണ്. രാവിലെ വൃത്തിയോടുകൂടി കിച്ചൺ കാണുമ്പോൾ നമുക്കൊരു സമാധാനമാണ്. അല്ലെങ്കിൽ പാത്രങ്ങൾ നിറഞ്ഞിരിക്കുന്ന സിങ്ക് കാണുമ്പോഴും കുറേ ചട്ടിയും പാത്രങ്ങളൊക്കെ ഇങ്ങനെ കിച്ചൺ കൗണ്ടർ ടോപ്പിൽ നിരന്ന് കിടക്കുന്ന കാണുമ്പോഴൊക്കെ നമുക്ക് വല്ലാത്ത അസ്വസ്ഥത ഫീൽ ചെയ്യും. പ്രത്യേകിച്ച് അഴുക്ക് നിറഞ്ഞ അടുക്കള കണ്ടാൽ നമ്മളുടെ ഒരു പണിയും മുന്നോട്ട് നീങ്ങില്ല. അതുപോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നൊരു കാര്യം മോട്ടർ അടിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ജനലൊക്കെ തുറന്നിടും. ഫ്രണ്ടിലെ ഡോറൊന്നും തുറക്കില്ല കേട്ടോ, അതിനൊക്കെ ഇച്ചിരി ധൈര്യക്കുറവാണ്. പക്ഷെ അടുക്കളയിലെ ഡോർ ഓപ്പൺ ആക്കില്ല, 2 ജനലും തുറന്നിടും. അതുപോലെ തന്നെ മോട്ടർ ഓടിക്കും. പിന്നെ തലേ ദിവസം കഴുകി വെച്ചിട്ടുള്ള പാത്രമൊക്കെ വെള്ളം പോകാൻ വേണ്ടി ഒരു കൊട്ടയിലാക്കി വെച്ചിട്ടുണ്ട്. ആ വെള്ളമൊക്കെ പോയ ശേഷം ആ പാത്രമൊക്കെ കറക്റ്റ് അതിൻ്റെ സ്ഥാനത്തൊക്കെ എടുത്തു വെക്കും. പിന്നെ ചെയ്യുന്ന ജോലി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ലഞ്ച് കൊണ്ടുപോകുന്ന പാത്രം, ടിഫിൻ കൊണ്ടുപോകുന്ന സ്നാക്സ് കൊണ്ടുപോകുന്ന പാത്രമൊക്കെ അവർ തലേ ദിവസം കഴുകി വെച്ചിട്ടുണ്ടാവും. എന്നാലും ഞാൻ ഒന്നും കൂടി നന്നായിട്ട് വാട്ടർ ബോട്ടിലൊക്കെ ഇതുപോലെ ഒന്ന് ബ്രഷ് വെച്ച് ഉള്ളൊക്കെ ക്ലീൻ ചെയ്ത് നന്നായിട്ടൊന്ന് കഴുകി വെള്ളം പോകാൻ വെക്കും. വാട്ടർ ബോട്ടിലിൻ്റെ മൂടിയുടെ ഇടയിൽ ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പഴയ ടൂത്ത് ബ്രഷ് യൂസ് ചെയ്ത് കഴുകുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് പൊയ്ക്കോളും. ആഴ്ചയിൽ ഒരിക്കൽ ഉപ്പിട്ടിട്ട് ചൂടുവെള്ളം തിളപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ച് കഴുകിയിട്ടുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് വാട്ടർ ബോട്ടിലും ചുറ്റുപാത്രവും ഒക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ തലേ ദിവസം ചോറ് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. അത് അടുപ്പത്ത് വെച്ച് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ചോറ് വേവിച്ചെടുക്കും. രാവിലെ തന്നെ ഒരു 2 ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു 3 ഗ്ലാസ് കട്ടൻ ചായ വെക്കും. പലപ്പോഴും അത് കുടിക്കാൻ മറന്നു കേട്ടോ. ഒരിടയ്ക്ക് കട്ടൻ ചായ ഇല്ലാണ്ട് മുന്നോട്ടേ പോവില്ല എന്നായിരുന്നു. പക്ഷെ ഇപ്പോൾ തിരക്ക് കാരണം കുടിക്കാൻ മറന്നു പോകും. അതായത് തലേ ദിവസം വെച്ച കുറച്ച് ചിക്കൻ കറിയാണ്. അപ്പം അത് കുറച്ച് വെള്ളം ഒഴിച്ച് ചൂടാക്കി വെക്കും. നമ്മൾ ഒരു തവണ അടപ്പ് ഒഴിയുമ്പോഴത്തേനും അടുത്തത് എന്തെന്ന് ആലോചിച്ച് നേരം കളയരുത്. നേരത്തെ തന്നെ ഇപ്പോൾ ചായ വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത കറി വെക്കുക. അത് കഴിഞ്ഞ് അടുത്ത കറി എന്തുകൊണ്ട് ഞാനിപ്പോൾ രാവിലത്തേക്കല്ല ഉച്ചക്കത്തേക്ക് കുഞ്ഞിനെ കൊണ്ടുപോകാൻ തക്കാളി വാട്ടിയതും ചിക്കൻ കറിയാണ് കൊടുത്തു വിടുന്നത് ലഞ്ചിന്. അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചോറും മറ്റു കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്ന സമയത്ത് തൊട്ടടുത്ത് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. ഒന്ന് തീരാൻ കാത്തു നിൽക്കാണ്ട് അത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇപ്പുറത്ത് മറ്റുള്ളതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചേക്കാം. അപ്പോൾ സാധാരണ തക്കാളി വാട്ടുന്നതൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അതുപോലെ മസാലയും കാര്യങ്ങളും മുളക് പൊടിയൊക്കെ ഇട്ട ശേഷം തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചതിട്ട് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തക്കാളി വാട്ടിയത് റെഡിയാകും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ അവിടെ അടുപ്പിക്കുക, ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഞാൻ രാവിലെ ഒരു 6:30 to 7:30 വരെ ഏകദേശം 1 മണിക്കൂറോളം രാവിലെ ട്യൂഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ നേരത്ത് എൻ്റെ മോള് എഴുന്നേക്കും. എൻ്റെ മോള് 4th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്, അന്ന എന്ന പേര്. അപ്പോൾ രാവിലത്തെ ട്യൂഷൻ ആ സമയത്ത് തന്നെ അവളും പഠിക്കാനൊക്കെ ഇരുന്നോളും. അത് കഴിഞ്ഞ് കുറച്ച് നേരം കൂടി അവൾ ഇരിക്കും. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് രാവിലെ നമുക്ക് ദോശയും ചമ്മന്തിയാണ്. അപ്പം മാവൊക്കെ നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങ പൊട്ടിക്കുന്ന ഒച്ച കേട്ടപ്പോൾ ഓടി വന്നതാണ് ആള് തേങ്ങ വെള്ളത്തിന് വേണ്ടി. അപ്പോൾ പാല് മേടിക്കാനുള്ള പൈസയൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവള് പാല് മേടിക്കാൻ പോണ നേരത്ത് ഞാൻ ചമ്മന്തി അരയ്ക്കാനുള്ള തേങ്ങയൊക്കെ ചിരണ്ടി എടുക്കുകയാണ്. അപ്പോൾ കിച്ചൺ നമ്മൾ തേങ്ങ ചിരണ്ടി കഴിയുമ്പോഴത്തേനും നിലത്താണെങ്കിൽ ഇപ്പോൾ സ്ലാബയിലാണ് നമ്മൾ തേങ്ങ ഫിക്സ് ചെയ്യുന്ന തേങ്ങയുടെ ചിരവ് പോലത്തെ സംഗതി ഉണ്ടല്ലോ, അവിടെ ആണെങ്കിലും തേങ്ങ ചിരണ്ടീൻ്റെ പീരയൊക്കെ വീഴും. അപ്പം തന്നെ അത് അടിച്ച് കളഞ്ഞേക്കാം. എന്തെങ്കിലും പാത്രങ്ങളോ സ്പൂണുകളോ കഴുകാനുണ്ടെങ്കിൽ അപ്പം തന്നെ അതങ്ങോട്ട് കഴുകി വെച്ചേക്കാം. കൂട്ടിയിടാണ്ട് വളരെ പെട്ടെന്ന് കഴുകി വെക്കുക. ചായ തിളയ്ക്കുന്നതിനോടൊപ്പം തന്നെ പഞ്ചസാരയൊക്കെ ഇടാം.
അതുമാത്രമല്ല കുഞ്ഞുങ്ങളെ കൊണ്ട് അവർക്ക് പറ്റുന്ന കുട്ടി കുട്ടി ജോലികൾ, ഇതിപ്പോൾ അവൾക്ക് രാവിലെ കൊണ്ടുപോകാനുള്ള 10 മണിക്ക് കഴിക്കാനുള്ള സ്നാക്സിൻ്റെ വെജിറ്റബിൾസോ അങ്ങനെ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകാം. അപ്പോൾ അതൊക്കെ അവളുടെ വാട്ടർ ബോട്ടിലെ വെള്ളം, രാവിലെ 10 മണിക്ക് കഴിക്കാനുള്ള സ്നാക്സ് ഒക്കെ അവൾ തന്നെ ചെയ്യും. അപ്പോൾ അതാ ഞാൻ ആ നേരം കൊണ്ട് അവൾക്ക് ലഞ്ചിന് കൊണ്ടുപോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കും. നമ്മൾ മാത്രമേ ഉള്ളൂ വീട്ടിലെന്ന് വിചാരിക്കരുത്. കുഞ്ഞുങ്ങളെ കൊണ്ടും ഹസ്ബൻഡിനെ കൊണ്ടൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യിക്കാൻ പറ്റുകയാണെങ്കിൽ അത് അടിപൊളിയാണ് കേട്ടോ. അതൊക്കെ നന്നായിട്ട് സമയം സേവ് ചെയ്യാനുള്ള ഒരു വഴിയാണ്. അപ്പോൾ അതാ രാവിലെ തന്നെ മുടിയൊന്നും തന്നെ കെട്ടാനായിട്ടില്ല ആള്. അപ്പോൾ തന്നെ മുടിയൊക്കെ വാരി ചടകളഞ്ഞ് വരും. ഞാൻ പിന്നി കെട്ടി കൊടുക്കില്ല, ഇങ്ങനെ 2 സൈഡും ഇങ്ങനെ കൊമ്പ് പോലെ കെട്ടിക്കൊടുക്കും. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ രാവിലെ ആ ധൃതിയിൽ ഇപ്പം അവൾക്ക് വേണ്ടുന്ന ഒരു ദോശ മാത്രമേ ഉണ്ടാക്കത്തുള്ളൂ. പിന്നെ 1 ഗ്ലാസ് പാല് ബൂസ്റ്റ് ഇട്ട് അവൾക്ക് കൊടുത്തേക്കും. പാലല്ലെങ്കിൽ ചായ കൊടുത്തേക്കും, എന്തായാലും ആൾ കഴിച്ചോളും. അപ്പം അവൾ താനെയൊക്കെ വാരി കഴിക്കാൻ ഇപ്പം ആയിട്ടുണ്ട്. അപ്പം അങ്ങനെ കഴിക്കുന്ന കുഞ്ഞുങ്ങളെ അങ്ങനെ കഴിപ്പിക്കുക. അവരുടെ ബാഗൊക്കെ നേരത്തെ റെഡിയാക്കി എടുത്തു വയ്ക്കുക. ഞങ്ങൾക്കൊരു മോനും കൂടിയുണ്ട്, ആളിതാണ് ജോക്കുട്ടൻ. അപ്പോൾ ഇതാ അവൾ എണീറ്റ് വന്നിട്ടുള്ളൂ. ചേച്ചിനെ കൊണ്ടാക്കിയ ശേഷം കിച്ചണിൽ വന്നിരുന്നിട്ട് എന്നോട് വിശേഷങ്ങൾ പറഞ്ഞ് ബാക്കിയുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഞങ്ങൾ റെഡിയാക്കുകയാണ്. അപ്പം നമുക്ക് കിച്ചണിൽ ഒത്തിരി സമയം സേവ് ചെയ്യാനുള്ള വഴികളൊക്കെ ഉണ്ട്. പറഞ്ഞ കുഞ്ഞു കുഞ്ഞു ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. താങ്ക്